എല്ലാവർക്കും അനുജ ബിജോയ് വ്ലോഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ അനുജയാണേ. ഇന്ന് നമ്മൾ ഒരു ഹാങ്ങിങ് പ്ലാന്ററാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. ചിരട്ട വേണം, ഒരു 4 എണ്ണം വേണം. അതേപോലെ തന്നെ ചൂടിയുടെ കയറാണ് വേണ്ടത്. പിന്നെ ഒരു പൈപ്പിൻ്റെ കഷ്ണം, നമ്മൾ സാധാരണ നനയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന പൈപ്പിൻ്റെ കഷ്ണമാണ്. അത് നമ്മൾ റൗണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പെന്നിൻ്റെ ഒരു ടോപ്പാണ് ഇതിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യാൻ എടുത്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാം. ഞാനിവിടെ ചൂടാക്കിയിട്ടൊന്നുമില്ല. എന്നിട്ട് ഇതേപോലെ കയറ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഗാർഡനിങ്ങിലൊക്കെ ഹാങ്ങിങ് ചെയ്തിട്ട് ചെടികൾ വളർത്താറുണ്ട്. അത് നമ്മൾ ചിരട്ടയിൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. അത് കാണാൻ നല്ല ഭംഗിയും ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് ചുറ്റിയെടുക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ചുറ്റിയെടുക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാവർക്കും ഗാർഡനിങ് ഒക്കെ നല്ല ഇഷ്ടമായിരിക്കും. അതും വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ ഇതാ നമ്മൾ പകുതിയോരം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ചുറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ബാക്കിയും കൂടെ ഫിനിഷ് ചെയ്യണം. നല്ല ഫിനിഷിംഗ് ആയിട്ട് തോന്നും കേട്ടോ ഇത് ചെയ്ത് കാണുമ്പോൾ. പിന്നെ കയറും ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. അപ്പോൾ ബാക്കിയും കൂടെ നമ്മൾ ടൈറ്റായിട്ട് അടുപ്പിച്ച് നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുകയാണ്. ഈസിയാണ്, വേഗം കഴിയുകയും ചെയ്യും. ഇതിൻ്റെ ഫൈനൽ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളത് ചുറ്റിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഡ്രീം ക്യാച്ചറിനൊക്കെ നമ്മൾ എടുക്കും പോലെ നടുവിൽ കൂടെ ഞാനൊരു ഇതും എടുത്തിട്ടുണ്ട്. ഒറ്റ കയറ് തന്നെയാണ് ഞാനത് കെട്ടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു ഷേപ്പിൽ ഒരു അറ്റത്തുനിന്ന് ഒരു ഭാഗത്തേക്ക് കയറെടുത്ത് അവിടെ നിന്ന് കെട്ടിയിട്ട് ഇങ്ങോട്ട് ജോയിൻ ചെയ്ത് അങ്ങനെയാണ് ഒറ്റ കയറിൽ. ഇനി നമ്മൾ ചിരട്ടയിലൊന്ന് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതേപോലെ തന്നെ മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒന്ന് ഭംഗിയായിരിക്കാൻ വേണ്ടിയിട്ട്, കാണാൻ നമുക്കതല്ലേ കൗതുകം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെയിൻ്റ് അടിക്കുന്നുണ്ട്. ഞാനിവിടെ മഞ്ഞ പെയിൻ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് പെയിൻറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിൽ ഡിസൈൻ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, നിങ്ങളുടെ ഒരു ക്രിയേറ്റീവിനനുസരിച്ച്. ക്യാമലിൻ്റെ ആക്രിലിക് കളറാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, കോമ്പിനേഷൻ കളേഴ്സ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ചെടികൾ എങ്ങനെയാണ് കുഴിച്ചിടുക നോക്കാം. ഇതിലേക്ക് ഇങ്ങനെ 10 മണി അങ്ങനെയുള്ള ചെറിയ ചെടികളൊക്കെ ആയിരിക്കും കുഴിച്ചിടാനായിട്ട് സുഖം. കാരണം മണ്ണ് അത്രത്തോളം അല്ലേ നമ്മൾ നിറയ്ക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെടികൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ഹാങ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതേ ചൂടിക്കയറുകൊണ്ട് തന്നെ ഈ കയറുകൾ കെട്ടുകയും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഒരു വൈറ്റ് ഒരു നൂലുകൊണ്ടാണ് ഇത് കെട്ടിയിട്ടുള്ളത്, കട്ടിയുള്ള.
ഇനി നമുക്ക് കുറേശ്ശെയായിട്ട് മണ്ണ് നിറച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ഹാങ് ചെയ്തതിന് ശേഷം മണ്ണിടുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ എവിടെയാണോ അത് ഫിക്സ് ചെയ്യേണ്ടത് അവിടെ വെച്ചിട്ട് നമുക്കത് മണ്ണ് നിറയ്ക്കുന്നതായിരിക്കും നന്നാവുക. അപ്പോൾ അതിൽ കൊള്ളാൻ പാകത്തിനുള്ള മണ്ണ് നിറയ്ക്കുക. ചെറിയ എന്തെങ്കിലും ഒരു കമ്പ് വെച്ചിട്ട് അതിലൊരു ഹോൾസ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്കിതിലേതാണോ പറ്റുന്ന പ്ലാന്റ് അതൊക്കെ കുഴിച്ചിടുക. ഇതിപ്പോൾ നമ്മളുടെ ഹാങ് ചെയ്ത് വരുന്ന ഒരു ഗ്രാസ് പോലത്തെ ഒരു സംഭവമല്ലേ, ഒരു പുല്ലിങ്ങനെ താഴോട്ടൊക്കെ, അങ്ങനത്തെ ഒരു ചെടിയാണ് ഇതിൽ ഇപ്പം നട്ടത്. അങ്ങനെ പല പല ചെടികളും നിങ്ങൾക്ക് നടാം. ഗാർഡനിങ്ങും ചെടികളെയും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആളുകൾക്കൊക്കെ ഇതേപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ഒരുപാട് ഇഷ്ടമാവും നിങ്ങൾക്കൊക്കെ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. Like and subscribe. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.